കുഞ്ഞുങ്ങൾക്ക് രണ്ടാൾക്കും കഫക്കെട്ടൊന്നും കുറവായിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെ റൂഹി മോള് നല്ല കഫക്കെട്ടായിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ചെറുതായിട്ട് ചുമയായിട്ട് മാറിയിട്ടുണ്ട്. കുറേ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒറ്റമൂലികളൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അതിനനുസരിച്ച് വാശിയും കൂടാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവരെ രണ്ടുപേരെയും കുളിപ്പിക്കുന്ന ഈ ഒരു ബേബി ബാത്റൂം എൻ്റെ മൂത്ത മോൻ ഇവാനു ചെറുതായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിപ്പോഴും ഒരു കേടില്ലാണ്ട് ഞാൻ ഇവർക്കും ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു സാധനമാണ്. ഞാൻ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡയപ്പർ ക്രീം ഏതാന്ന് കുറേ പേര് ചോദിച്ചിരുന്നു, റാഷസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ മക്കളുണ്ടായ സമയത്ത് പ്രസവരക്ഷയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ അന്ന് തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ആയുർവേദ ഓയിൻമെൻ്റ് ആണ് കേട്ടോ ഞാൻ അവർക്ക് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ശതദൗതകൃതം എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. നല്ല സാധനമാണ്. പെട്ടെന്ന് തന്നെ റാഷസ് ഒക്കെ മാറും, വരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ മക്കൾക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോകാൻ കേട്ടോ വിചാരിക്കുന്നത്. നമ്മുടെ ഏരിയകളിലൊക്കെ ഹെൽത്ത് സെൻറ്ററിലൊക്കെ ഇപ്പം നല്ലോണം ഫെസിലിറ്റീസ് ഒക്കെ കൂടിയിട്ടുള്ള കാരണം മക്കൾക്കൊക്കെ ഇതുപോലെ അസുഖങ്ങൾ വന്നാൽ അവിടെ കൊണ്ടുപോയാലും നല്ലതാണ് കേട്ടോ. അവിടെ നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി കാണിച്ചു. മൈൽഡായിട്ടൊരു ഇൻഫെക്ഷൻ ടെസ്റ്റിൽ ഉണ്ടെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് തന്നെ മെഡിസിനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ എൻ്റെയും ബേബീസിൻ്റെ ഒക്കെ കൂടുതൽ വിശേഷങ്ങളെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.